ഹലോ, ഇത് കല്യാണി സുശീല ഭവനല്ലേ? അതെ അതെ, ഇത് കല്യാണി സുശീല ഭവൻ തന്നെ. അത് നിങ്ങളുടെ സ്വന്തം വീടാണോ? അല്ല, സ്വന്തം വീടല്ല. ഇതെന്റെ വീടല്ല, ഓ ശരി ശരി. ഇതെന്റെ അനിയത്തിയുടെ വീടാണ്. കുറെ നാളായിട്ട് അവിടെ ആരുമില്ല. ഓക്കെ ചിലപ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. ഫൈൻ. ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ നോക്കണമല്ലോ. ശരി. അവിടെ താമസ സൗകര്യം കുറേയുണ്ട്. ഒരു ഓക്കേ. 4-5 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ എക്സ്പെഡിഷൻ? എക്സ്പെഡീഷൻ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണോ? ആ. അത് കുഴപ്പമില്ല. ഇവിടെ അതിനു മുമ്പ് താമസിക്കാൻ വന്നവർക്കുണ്ടല്ലോ, ഓക്കെ. ഈ എക്സ്പെഡീഷന്റെ അനുഭവം അവർക്കത്ര നന്നായി ഓ ഇല്ലായിരുന്നു. ശരി. ഞാൻ എന്താ പറയണെന്ന് വെച്ചാ, പേടിയില്ലാത്തവർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഓക്കേ. വരാം. എല്ലാം വരാനിരിക്കുക ഈ എക്സ്പെഡീഷന്. ഹലോ, ആ പറയ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്ത്? എല്ലാം ഓക്കെ ആണെന്നാ പറഞ്ഞ്. ഓക്കെ. നീ ഞങ്ങളെ കൈവിടില്ലല്ലോ അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? നീ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എടാ ഒരു ടെക്സ്റ്റ് ആണ്. കഴിഞ്ഞ തവണ കാനിങ് ട്രിപ്പ് ക്യാൻസൽ ആയത് നീ കാരണമാണ്. ക്ഷമിച്ചേക്കേ. ഇത് കേൾക്ക്, കല്യാണി ട്രിപ്പിനെങ്കിലും നീ വരണം. ഓക്കെ? ഹലോ സല്ലു, ഹലോ, നീ ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെയാ? ഞാൻ, നീ, പിന്നെ ആദിത്യ. ഈ ആദിത്യ വന്ന ആകെ കൊളം കേട്ടോ. അവൻ വന്നില്ലെങ്കിൽ അവിടെ ഒരു രസം ഉണ്ടാവില്ല. അവൻ എന്തായാലും വരണം. ഒന്നുമില്ലെങ്കിലും നമ്മളെയൊക്കെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ. എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. നാളെ ഉച്ചയ്ക്ക് നമ്മൾ പുറപ്പെടും. വൈകുന്നേരം അവിടെ എത്തണം. ഓക്കേ, പിന്നെ ഒരു കാര്യം കൂടെ എന്താന്ന് പറ. ഞാൻ പറയുന്നത്, നീ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ എടുത്താൽ നന്നായിരിക്കും. ഓക്കെ? സീ യു ടുമോറോ ഫോർ അവർ എക്സ്പെഡിഷൻ. എനിക്ക് ഈ ഭൂതപ്രേത പിശാചുക്കളുടെ വിശ്വാസമില്ല. നീ വിശ്വസിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു വിശ്വസിക്കാൻ? പക്ഷെ അകത്ത് കണ്ടില്ലേ, എന്തെങ്കിലും ഇരുട്ടും കുത്തി പ്രശ്നം. കിടക്കുവോ എനിക്ക് എന്തായിരിക്കും? കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. ഇത് പോളിഷ് ചെയ്താണല്ലോ. അതിനിപ്പോ എന്താ? ആ നിങ്ങളാരാ? നമസ്കാരം. ഞങ്ങളിവിടെ എക്സ്പെഡിഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ആ ഇനി നേരം വെളുക്കാതെ ഞാനിങ്ങോട്ട് വരില്ല. അതാ, ആഹാരത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ അകത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം തന്നെയാ. അങ്ങനെയോ? എന്തായാലും ഇപ്പൊ ഇരുട്ടി തുടങ്ങി. ഇനി നാളെ രാവിലെ വരെ എന്തൊക്കെയാ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. എന്നാ ഞാൻ ഇറങ്ങുവാണേ. ഇന്നത്തെ രാത്രി നിങ്ങൾ മൊത്തം സേഫ് ആണെങ്കിൽ നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയാ? ഒരു കാര്യമുണ്ടേ, വീടിന്റെ താക്കോല് തരാൻ മറന്നു. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും പറ്റില്ല. ആ സാധനം ശരിക്കും ഉണ്ട് അവിടെ. അല്ല, നിങ്ങൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ദൈവത്തെ വിശ്വസിക്കുന്നവർ തീർച്ചയായും ചെറുത്താനുണ്ടെന്ന് വിശ്വസിക്കണം. ഇവിടെ സാത്താനും ജീവിക്കുന്നുണ്ടെന്നോ? ശരി, നമുക്ക് കാണാം. കാണാൻ പറ്റുമല്ലോ അല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അന്വേഷിച്ചാൽ കിട്ടും, അന്വേഷിച്ചില്ലെങ്കിൽ കിട്ടില്ല. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പോവാ. താങ്ക് യു. എന്നാ നാളെ കാണാം. പിന്നൊരു കാര്യമുണ്ടേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ.